ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. തുക വർദ്ധിപ്പിക്കുമെന്നതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നയമെന്നും മന്ത്രി സഭയിൽ വ്യക്തമാക്കി. ജോസഫിന്റെ ആത്മഹത്യയ്ക്ക് കാരണം ക്ഷേമ പെൻഷൻ കിട്ടാത്തതല്ലെന്നും ധനമന്ത്രി പറഞ്ഞു. വസ്തുതാപരമായ കാര്യങ്ങളല്ല, തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തര പ്രമേയ നോട്ടീസെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ പാവങ്ങൾക്ക് അർഹതപ്പെട്ട പെൻഷൻ മുടങ്ങിയിട്ട് 5 മാസമായി എന്നാണ് നോട്ടീസിൽ ആരോപിച്ചിരിക്കുന്നത്. എല്ലാ സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും പെൻഷൻ കൊടുക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കാണ് സർക്കാർ ആദ്യ മുൻഗണന നൽകിയിട്ടുള്ളത്. ഡിസംബറിൽ 1 മാസത്തെ പെൻഷൻ നൽകി, നവംബറിലും 1 മാസത്തെ പെൻഷൻ നൽകിയിരുന്നു. ആഗസ്റ്റിൽ ഓണത്തിന്റെ സമയത്ത് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ചാണ് ഇദ്ദേഹം ഉൾപ്പെടെ എല്ലാവർക്കും കിട്ടിയിരുന്നത്. ശ്രീ വളയത്ത് ജോസഫ് ജനുവരി 23-നാണ് ആത്മഹത്യ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വേർപാട് നമുക്കെല്ലാം ദുഃഖകരമായ ഒരു കാര്യമാണ്. ക്ഷേമ പെൻഷൻ നൽകാത്തതിനാൽ ആത്മഹത്യ ചെയ്തു എന്നാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. ഈ ആത്മഹത്യക്ക് കാരണമായത് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തത് മൂലമാണെന്ന് തെളിയിക്കുന്ന ഒരു വസ്തുതയും ഉയർന്നു വന്നിട്ടില്ല. മറിച്ചുള്ള വസ്തുതകളാണുള്ളത്. അതുപോലെ ഈ കത്ത് കൊടുത്തത് നവംബർ 9-നാണ്. അതിനുശേഷം നവംബർ മാസത്തിൽ അദ്ദേഹം പെൻഷൻ വാങ്ങിയിട്ടുണ്ട്, ഡിസംബർ മാസത്തിൽ അദ്ദേഹം പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ആ പെൻഷൻ കഴിഞ്ഞ് അടുത്തൊരു പെൻഷൻ ഡ്യൂ ആവുന്ന സമയം പോലും ആയിട്ടില്ല. അപ്പൊ അങ്ങനൊരു കാര്യമാകുമ്പോൾ അടിസ്ഥാനരഹിതമാണ്. ഷീജയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സഭയിൽ നിന്നും. ഷീജ, അടിയന്തര പ്രമേയത്തിന് ഇപ്പോൾ ധനമന്ത്രി നൽകിയിരിക്കുന്ന മറുപടി ഏത് തരത്തിലാണ്? കീർത്തിയേതായാലും സംസ്ഥാനത്ത് കഴിഞ്ഞ 5 മാസമായി ക്ഷേമ പെൻഷൻ നൽകുന്നില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇതുന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ഈ രീതിയിലല്ല കാര്യങ്ങൾ, വസ്തുതാപരമല്ല പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിലെ വിഷയങ്ങൾ എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മറുപടി നൽകിയത്. പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ 5 മാസമായി പെൻഷൻ നൽകുന്നില്ല എന്ന് പ്രചരിപ്പിക്കുന്നത് തീർത്തും തെറ്റാണ്. സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ക്ഷേമ പെൻഷൻ നൽകി വരുന്ന ഒരു സർക്കാരാണ് LDF സർക്കാർ എന്ന് പറയുന്നത്. ഡിസംബർ മാസത്തിൽ പോലും 1 മാസത്തെ പെൻഷൻ അത് നൽകിയിട്ടുണ്ട്. ആത്മഹത്യ ചെയ്ത ജോസഫിന്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം കത്തെഴുതിയത് നവംബറിലാണ്. അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് കാരണം ക്ഷേമ പെൻഷൻ കിട്ടാത്തതല്ല. കാരണം അദ്ദേഹം ഇതിനു മുൻപും 3 തവണയും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഈ കാര്യങ്ങൾ പറയാൻ നിർബന്ധിതരാകുന്നത് പ്രതിപക്ഷത്തിന്റെ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ കാരണമാണ്. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷത്തിന്റെ ഈ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷേ എന്നാൽ ഈ രീതിയിലല്ല, അദ്ദേഹം പെൻഷൻ ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പിൽ അതുണ്ട്, അക്കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നോട്ടീസ് നൽകിയ PC വിഷ്ണുനാഥ് ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ 18 മാസം UDF സർക്കാരിന്റെ കാലത്ത് ഒരിക്കലും ആ കുടിശ്ശിക വരുത്തിയിട്ടില്ല. അതിനുള്ള കണക്കുകളുണ്ട്. പ്രത്യേകിച്ചും അന്നത്തെ ധനമന്ത്രി, അതായത് 1ാം പിണറായി സർക്കാരിലെ ധനമന്ത്രിയായിരുന്നു തോമസ് ഐസക് തന്നെ ഈ കാര്യങ്ങൾ സമ്മതിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് നവംബർ 14, അതായത് 2014 നവംബർ മുതൽ ജനുവരി വരെയുള്ള 2015 ജനുവരി വരെയുള്ള കാലയളവിലാണ് പെൻഷൻ കുടിശ്ശിക വരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നെങ്കിൽ അത് 74 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് നൽകേണ്ടത്. അത്തരത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ ധനമന്ത്രി മേശപ്പുറത്ത് വെക്കാൻ തയ്യാറാകണമെന്ന് PC വിഷ്ണുനാഥും ആവശ്യപ്പെട്ടു. അതിനെ തുടർന്ന് ധനമന്ത്രി വീണ്ടും സഭയിൽ മറുപടി പറയുകയും ചെയ്തു. അതിൽ പ്രധാനമായും അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യങ്ങൾ, നിലവിലേതായാലും മരണപ്പെട്ട ഒരാളുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള വസ്തുതകൾ പറയാൻ നിർബന്ധിതരാകുകയാണ്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് പ്രതിപക്ഷം ഈ രീതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും ജോസഫിൻ്റേത് എന്ന് പറയുന്ന കത്ത്, അദ്ദേഹം മരണപ്പെട്ട സമയത്ത് ലഭിച്ച കത്ത്, അതിൻ്റെ ആധികാരികത അത് പോലീസ് പരിശോധിച്ച് വരികയാണ് എന്നുള്ളതാണ്. പോലീസിൻ്റെ പ്രത്യേകമായി അന്വേഷിക്കണം എന്നുള്ളതാണ് പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതിനൊപ്പം തന്നെ പെൻഷൻ കുടിശ്ശിക വരുത്തിയത് UDFനെ സംബന്ധിച്ചൊരു പുതിയ കാര്യമല്ല. കാരണം AK ആന്റണി സർക്കാരിൻ്റെ കാലത്ത് 2.5 വർഷമാണ് പെൻഷൻ നൽകാതെ ഇരുന്നിട്ടുള്ളത്. അതേ തുടർന്ന് അതിന് പിന്നാലെ LDF സർക്കാർ വന്നപ്പോൾ അത് കൊടുത്തു തീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അത് ആവർത്തിക്കുന്നു. ഇപ്പോൾ 18 മാസത്തിന്റെ കണക്ക് പറയുമ്പോൾ മാത്രമാണ് പ്രതിപക്ഷത്തിന് പൊള്ളുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഒപ്പം തന്നെ കണക്കുകളും വിശദീകരിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 9,011 കോടിയാണ് 5 വർഷത്തേക്ക് പെൻഷൻ നൽകുന്നതിന് വേണ്ടി നൽകിയത്. അതേസമയം LDF സർക്കാർ, 1ാം LDF പിണറായി സർക്കാരിന്റെ കാലത്ത് ഇത് 35,154 കോടി രൂപ 5 വർഷത്തേക്ക് നൽകി. ഒപ്പം തന്നെ ഇപ്പോഴത്തെ സർക്കാരിന്റെ 2ാം പിണറായി സർക്കാരിന്റെ 2.5 വർഷക്കാലത്ത്
23,958 കോടി രൂപയും നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഒരു കാര്യം കൂടി വ്യക്തമാക്കിയത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം സഭയിൽ അടിവരയിട്ട് വ്യക്തമാക്കിയത്. കാരണം കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങൾ കാരണമാണ് നിലവിലിപ്പോൾ ആ ക്ഷേമ പെൻഷൻ താളം തെറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കാരണം പെൻഷൻ ഫണ്ട് പെൻഷൻ നൽകുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്പനി അതിൻ്റെ കടം പൊതുകടത്തിനൊപ്പം സർക്കാരിൻ്റെ കടത്തിനൊപ്പം ചേർത്തത് വലിയ തോതിൽ തിരിച്ചടിയായി. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടിശ്ശികകൾ വെട്ടിയ കുടിശ്ശികകൾ അത് സംസ്ഥാനത്തിന് ലഭിക്കുകയാണെങ്കിൽ 22,500 എന്നുള്ളതാണ് LDF സർക്കാർ പെൻഷൻ നൽകും, പെൻഷൻ ഉയർത്തും എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ആ തുക നൽകാൻ ഒരു മടിയുമില്ല LDF സർക്കാരിന് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ വ്യക്തമാക്കിയത്. ഏതായാലും സഭയിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്. പ്രത്യേകിച്ചും ഈ ഒരു അടിയന്തര പ്രമേയ വിഷയവുമായി ബന്ധപ്പെട്ട് സ്പീക്കർ അവതരണാനുമതി മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അനുമതി നിഷേധിച്ചിരുന്നു. തുടർന്ന് പ്രതിപക്ഷ നേതാവ് സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. ഇപ്പോഴേതെങ്കിലും സഭയിൽ പ്രതിപക്ഷ ബഹളം തുടരുകയാണ്. പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ വരെ എത്തി ഇപ്പോൾ പ്രതിഷേധം തുടരുന്നു. ഷീജ, ഇപ്പോൾ സഭയിൽ പ്രതിപക്ഷ ബഹളമാണ് തുടരുന്നത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിരുന്നു. ചക്കിട്ടപ്പാറയിലെ പെൻഷൻ ജോസഫിന്റെ ഭിന്നശേഷിക്കാരനായ ജോസഫിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അത് സഭ നിർത്തി വെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ധനമന്ത്രി മറുപടി നൽകിയ ശേഷം അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ സഭയിൽ പ്രതിപക്ഷ ബഹളമാണ് നടക്കുന്നത്.